ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന 5ാം ക്ലാസ്സിൻ്റെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. അവിടെ ഒരു ബോക്സിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചേരുന്നത് എടുത്തെഴുതണം. അവിടെ മുഹാജിർ, മലക്കുകൾ, മദീന കരാർ, ഖസ്വ, ബത്നുൽ വാദി ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം ഏതാണ്? ഖസ്വ. രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന നമ്മൾ പഠിച്ചു, മദീന കരാറാണ്. അപ്പോൾ മദീന കരാറിൻ്റെ പ്രത്യേകത ചോദിച്ചാലും ഇതെഴുതാം കേട്ടോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പ്രഥമ ജുമുഅ എവിടെ വെച്ചിട്ടാണ്? ബത്നുൽ വാദിയിൽ വെച്ച്. ഇനി മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾ, മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികളാണ് മുഹാജിർ. അടുത്തത്, ബദറിൽ മുസ്ലിങ്ങൾക്ക് സഹായമായി ഡാഷ് ആരാണ്? മലക്കുകൾ. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. അതിലൊന്നാമത്തെ ചോദ്യം, മദീനയിൽ ആദ്യത്തെ പള്ളി, മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. രണ്ടാമത്തെ ചോദ്യം, അബ്ദുല്ലാഹിബിൻ സലാം മദീനയിലെ ജൂത ഡാഷ്, ജൂത പണ്ഡിതനായിരുന്നു. ഇനി മൂന്നാമത്തേത്, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാനിൻ്റെ കാരണക്കാർ കൂടിയാണ് ബദരീങ്ങൾ. അപ്പോൾ ആരാണ് ബദരീങ്ങൾ എന്ന് ചോദിച്ചാൽ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാനിൻ്റെ കാരണക്കാർ കൂടിയാണ്, അതെഴുതാം. ഇനി നാലാമത്തെ ചോദ്യം, ബദർ യുദ്ധം നടന്ന തീയതി ഹിജ്റ 2ാം വർഷം റമളാൻ 17-നാണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാനാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾ 2 വീതം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ജൂതഗോത്രങ്ങൾ ബനു ഖുറൈള, ബനു കൈനുഖാ, ബനു നളീർ. അപ്പോൾ അൻസാറുകളായ മുസ്ലിങ്ങൾ ഏത് ഗോത്രക്കാരാന്ന് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ട് അവിടെ. അപ്പോൾ ഔസ്, ഖസ്റജ് ഗോത്രം എവിടെ എഴുതാം കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ ഏതൊക്കെയാ? മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി, ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി, ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു, എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. ഇതിലേതെങ്കിലും 2 എഴുതാം. ഇനി മൂന്നാമത്തേത്, മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ ഉപയോഗിക്കപ്പെട്ട കാര്യങ്ങൾ. വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങിയവ. അടുത്തത് ഉത്തരം എഴുതാം. അതിലൊന്നാമത്തെ ചോദ്യം, ആരുടെ വീടിൻ്റെ മുമ്പിലാണ് ഒട്ടകം മുട്ടുകുത്തിയത്? നമുക്കറിയാം, അബു അയ്യൂബുൽ അൻസാരിയുടെ വീടിൻ്റെ മുൻപിൽ. രണ്ടാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവി ഉണ്ടായിരുന്ന സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി ആര്? ആരാണ്? ബനു നജ്ജാർ ഗോത്രക്കാർ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിൽ സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു? എന്താണ് സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം? ഈമാനായിരുന്നു അവർക്കിടയിലുള്ള സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം. അതിൽ നാലാമത്തെ ചോദ്യം, ബദറിൽ ഷഹീദായ മുസ്ലിങ്ങൾ എത്രയാണ്? 14. ഇനി അഞ്ചാമത്തെ ചോദ്യം, മദീനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? യസ്രിബ് എന്നായിരുന്നു മദീനയുടെ ആദ്യത്തെ പേര്. അടുത്തത് 5ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. അൽ അൻസാർ ആരാണ്? അൻസാറുകൾ മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളാണ് അൻസാറുകൾ. അടുത്ത ചോദ്യം, സഅദ് റളിയല്ലാഹു അൻഹു മുഹാജിറായ തൻ്റെ സഹോദരന് പങ്കുവെച്ചത് എന്തെല്ലാം? അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതി, അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്, അവരിൽ ഒരാളെ വിവാഹമോചനം ചെയ്ത് വിവാഹം കഴിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആരാണ് പറഞ്ഞത് എന്നാണ് എഴുതേണ്ടത്. അതിലൊന്നാമത്തേത്, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇതാരാണ് പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തേതോ, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. അതാരാണ് പറഞ്ഞത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് അല്ലേ? ഇനി അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷു ഡേഷ് വൽ മുഹാജിറ. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറതി ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അർത്ഥം വേണമെങ്കിലും ചോദിക്കുക കേട്ടോ. അപ്പോൾ പഠിക്കുക. അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസ്വാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യപേപ്പറിലുള്ളത്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.